ലോകത്ത് സന്തോഷത്തോടെ ജോലി ചെയ്യാൻ സാധിക്കുന്ന നഗരങ്ങളിൽ ഒന്നായി യുഎഇയിലെ ദുബായ്. താമസിക്കാൻ ആഗ്രഹിക്കുന്ന നഗരമായി പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്നതും ദുബായ് തന്നെയാണ്. സമാധാനപൂർണമായ ജീവിത രീതിയും മികച്ച പശ്ചാത്തല സൗകര്യങ്ങളും ജോലി സാധ്യതകളുമാണ് ജനങ്ങളെ ഈ എമിറേറ്റ്സിലേക്ക് ആകർഷിപ്പിക്കുന്നത്. ഇപ്പോഴിതാ കൂടുതൽ ആകർഷകമാക്കുന്ന പുതിയ പദ്ധതി നടപ്പാക്കുകയാണ് ദുബായ്. ജോലിക്കാരുടെ സമയം വീണ്ടും വെട്ടിക്കുറയ്ക്കാനാണ് പുതിയ തീരുമാനം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പുതിയ പദ്ധതി വരുന്നത്. അവലോകനം ചെയ്ത ശേഷം തുടർ തീരുമാനങ്ങൾ ഉണ്ടാകും. ദുബായ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പുതിയ പദ്ധതി ദുബായ് ഭരണകൂടം നടപ്പാക്കുന്നത്. തിരഞ്ഞെടുത്ത 15 സർക്കാർ വകുപ്പുകളിലാകും പരീക്ഷണം. ശനി ഞായർ ദിവസങ്ങളിൽ നിലവിൽ ദുബായിൽ അവധിയാണ്. വെള്ളിയാഴ്ച പൂർണ്ണമായി അവധി നൽകാനാണ് തീരുമാനം. ഇതോടെ ആഴ്ചയിൽ ജോലി 4 ദിവസം മാത്രമാകും. ജോലി സമയം എത്രയാകുമെന്നത് സംബന്ധിച്ച വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഓരോ ദിവസത്തെയും ജോലി സമയം 7 മണിക്കൂറാക്കി കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് പരീക്ഷണം. പദ്ധതി സംബന്ധിച്ച് അവലോകനം ചെയ്ത ശേഷമാകും തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. പ്രതിവാര ജോലി സമയം കുറയ്ക്കാൻ സാധിക്കുന്ന സർക്കാർ വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. വകുപ്പ് മേധാവികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് തിങ്കളാഴ്ച മുതൽ പദ്ധതി തുടങ്ങുന്നത്. നിലവിൽ ദുബായിലെ മിക്ക വകുപ്പുകളിലും 2.5 ദിവസമാണ് അവധി. വെള്ളിയാഴ്ച പകുതി അവധിയാണ്. പുതിയ പരീക്ഷണത്തിൽ ഭാഗമാകുന്ന സർക്കാർ വകുപ്പുകളിൽ വെള്ളിയാഴ്ച പൂർണ്ണമായും അവധിയാകും. ഇതോടെ ആഴ്ചയിൽ 28 മണിക്കൂർ മാത്രമാകും ജോലി സമയം. ജീവനക്കാർക്ക് കൂടുതൽ വിശ്രമവേള കൊടുക്കുന്നതിലൂടെ ജോലിയിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. കുടുംബവുമൊത്ത് ചിലവഴിക്കാൻ കൂടുതൽ സമയം ലഭിച്ചാൽ പിരിമുറുക്കവും കുറയും. വേനലിൽ ജോലി സമയം കുറയ്ക്കുന്നത് പല കാരണങ്ങളാൽ ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്. ഊർജ പ്രതിസന്ധി കുറയ്ക്കുക എന്ന ലക്ഷ്യവും ഇതോടൊപ്പമുണ്ട്. നിലവിൽ ഷാർജ എമിറേറ്റ്സിൽ ആഴ്ചയിൽ 3 ദിവസം അവധിയാണ്. ഇവിടെ ഈ പദ്ധതി നടപ്പാക്കിയ ശേഷം 88% ഉൽപാദനക്ഷമത വർദ്ധിച്ചു. മാത്രമല്ല 90% ജീവനക്കാരും സംതൃപ്തി രേഖപ്പെടുത്തി. ജനങ്ങൾക്കുള്ള സേവനങ്ങളുടെ വേഗതയും കൂടി. ഒഴിവു ദിവസങ്ങൾ കൂടുന്നതോടെ പണം ചിലവഴിക്കുന്ന തോത് വർദ്ധിച്ചേക്കും. ഇത് വിപണിയെ കൂടുതൽ സജീവമാക്കാൻ സഹായിക്കും. അവധികൾ എണ്ണം കൂട്ടുന്നു എന്നതിന് പകരം ശമ്പളം വെട്ടിക്കുറയ്ക്കുമെന്ന ആശങ്കയില്ല. ശമ്പളം കുറയ്ക്കുന്നത് സംബന്ധിച്ച ഒരു വിവരവും ഇതുവരെയില്ല. അതുകൊണ്ട് തന്നെ ദുബായിലെ ജീവനക്കാർ ഇന്ന് ആഹ്ലാദത്തിലാണ്. അതേസമയം യുഎഇയിൽ നിന്നും മറ്റൊരു സന്തോഷ വാർത്ത കൂടി ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. യുഎഇ ദിർഹവുമായുള്ള ഇന്ത്യയുടെ വിനിമയ നിരക്ക് ഓഗസ്റ്റിൽ വീണ്ടും ഇടിഞ്ഞേക്കുമെന്നാണ് ചില വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നത്. അതായത് പ്രവാസികൾക്ക് ഈ മാസം പണം അയച്ചാൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചേക്കും. യുഎഇ ആസ്ഥാനമായുള്ള ഫോറിൻ കറൻസി എക്സ്ചേഞ്ചിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് അടുത്ത ആഴ്ചകളിലും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞേക്കുമെന്നാണ് പറയുന്നത്. US ഡോളറുമായുള്ള നിലവിലെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് 84 രൂപ 15 പൈസയാണ്. ഒരു യുഎഇ ദിർഹം ലഭിക്കണമെങ്കിൽ ഇന്ന് 22 രൂപ 91 പൈസ നൽകണം. എന്നാൽ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ഒരു ദിർഹത്തിന് ചാർജുകൾ ഒഴിവാക്കി 22 രൂപ 7 പൈസ വരെ ലഭിക്കും. 43 ദിർഹം 91 ഫിൽസ് നൽകിയാൽ 1000 ഇന്ത്യൻ രൂപ സ്വന്തമാക്കാൻ കഴിയും. അടുത്ത കാലത്ത് ലഭിച്ച ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണിത്. മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ മാറുമ്പോൾ നിരക്കിൽ നേരിയ വ്യത്യാസമുണ്ടാകും. എങ്കിലും വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകില്ല. രൂപയുടെ മൂല്യം വീണ്ടും ഇടിയുകയാണെങ്കിൽ ഒരു യുഎഇ ദിർഹത്തിന് 22 രൂപ 83 പൈസ വരെ എത്തിയേക്കുമെന്നും ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നുണ്ട്.